നമ്പർ 2 ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാല് ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3 ഗ്രൂപ്പിന്റെ പേര് അമ്മ. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പ് അല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മള് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അച്ഛൻ, അമ്മ, മോൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ 4 ഈസ് കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേന്ന്. ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രോ. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നവര് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രിബ്യൂട്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെയൊക്കെ ഒരു സ്കൂൾ കോളേജ് ടൈമിൽ തന്നെ ഈ ട്രിബ്യൂട്ട് പോലത്തെ വീഡിയോസ് പല വെബ്സൈറ്റുകളിലും കയറി കാണുന്ന ഫ്രണ്ട്സൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു എക്സ്ട്രീം സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ സ്ക്രീനിൽ വീഡിയോസ് പ്ലേ ചെയ്യും. ഓക്കെ, പോൺ വീഡിയോസ് പ്ലേ ചെയ്തിട്ട് ആ സ്ക്രീന് നക്കിയിട്ട് അത് വീഡിയോ എടുത്തിട്ടിട്ട് അത് കാണാനും ആ നീഷിലുള്ള പർട്ടിക്കുലർ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്ട്രീം ഇതിൻ്റെ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ലിബിഡോ എവിടെ കിടക്കുന്നു എന്നുള്ളത്.